എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 46-ാമത്തെ സർഗത്തിൽ 15 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 23-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ സർഗം അവസാനിക്കുകയാണ്. ഇന്ദ്രനും ദിതിയും തമ്മിലുള്ളതായ ഒരു കഥ അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസുരന്മാർ മുഴുവനും മരിച്ചു പോയപ്പോൾ ദിതിക്ക് വളരെയധികം സങ്കടമായതുകൊണ്ട് ഇന്ദ്രനാണ് അവരെ വധിച്ചതെന്നുള്ളത് കൊണ്ടും ഇന്ദ്രനെ വധിക്കാൻ പ്രാപ്തിയുള്ളവരായിട്ടുള്ള മകനുണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് കശ്യപൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ദിതി തപസ് ചെയ്യാണ്. അപ്പോൾ കള്ളത്തരത്തോടു കൂടിയിട്ട്, പക്ഷെ അത് ദിതിക്ക് മനസ്സിലാവണില്ല, ഇന്ദ്രൻ ദിതിയെ സേവിക്കാൻ വന്ന ആ ഒരു കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ പുത്രൻ ഉണ്ടാവാൻ പോണത് എന്നുള്ളതൊക്കെ ദിതി ഇന്ദ്രനോട് പറയാണ്. നമുക്ക് ആദ്യം 15-ാമത്തെ ശ്ലോകം നോക്കാം. യാചിതേന സുരശ്രേഷ്ഠ പിത്രാ തവ മഹാത്മനാ വരോ വർഷസഹസ്രാന്തേ മമ ദത്തസുതം പ്രതി. ഇന്ദ്രനോട് ദിതി പറയാണ്, എനിക്ക് എങ്ങനെയാണ് ഈ പുത്രനെ കിട്ടിയത് എന്നുള്ളത്. അല്ലയോ സുരശ്രേഷ്ഠ, അല്ലയോ ദേവേന്ദ്ര, തവ മഹാത്മനാ പിത്ര യാചിതേന തവ മഹാത്മന പിത്ര, എന്നാൽ യാചിക്കപ്പെട്ടവനായ മഹാത്മാവായിട്ടുള്ള നിന്റെ പിതാവിനാൽ, അതായത് ദിതിയുടെയും അതിഥിയുടെയും ഭർത്താവ് കശ്യപ പ്രജാപതിയാണ്. അതിൽ അതിഥിയുടെ പുത്രനായിട്ടാണല്ലോ ഇന്ദ്രൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നിന്റെ അച്ഛൻ ആ കശ്യപ പ്രജാപതിയോട് ഞാൻ വളരെയധികം യാചിച്ചു. എനിക്ക് ഉത്തമനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവണമെന്ന് ഞാൻ വളരെയധികം യാചിച്ചതിൻ്റെ ഫലമായിട്ട് വരോ വർഷസഹസ്രാന്തേ മമദത്ത സുതം പ്രതി, സുതന് വേണ്ടിയിട്ടുള്ളതായ ഒരു വരം വർഷസഹസ്രാന്തേ മമദത്ത, 1000 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കും എന്ന് പറഞ്ഞ് ഒരു വരം തരികയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഉത്തമനായിട്ടുള്ള നല്ല കഴിവുള്ളവനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ 1000 വർഷം തപസ് ചെയ്തോളൂ, അപ്പോൾ ശക്തിമാനായിട്ടുള്ള നല്ല പ്രതാപവാനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നിന്റെ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചത് എന്ന് ദിതി ഇന്ദ്രനോട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഇത്യുക്ത്വാ ച ദിതി തത്ര പ്രാപ്തേ മധ്യം ദിനേശ്വരേ നിദ്രയാപഹൃതാ ദേവീ പാദവൂ കൃത്വാഥ ശീർഷത. ഇത്യുക്ത്വാ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ദിനേശ്വരേ മധ്യം പ്രാപ്തേ, ദിനേശ്വരൻ മധ്യഭാഗത്തെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഉച്ച സമയമായപ്പോൾ ദിതി, കശ്യപ പ്രജാപതിയുടെ ഭാര്യയായിട്ടുള്ള പത്നിയായിട്ടുള്ള ദിതിക്ക് ഉറക്കം വന്നു. അപ്പോൾ ഉറങ്ങിയത് എങ്ങനെയായിരുന്നു? അതാണ് നിദ്രയാ അപഹൃതാ ദേവി, നിദ്രയാൽ അപഹരിക്കപ്പെട്ട, കഠിനമായിട്ട് ഉറക്കം തൂങ്ങിയ ദേവി ദിതി എങ്ങനെയാണ് കിടന്നത്? ശീർഷത പാദവ് കൃത്വ നിദ്രയാ അപഹൃത, അങ്ങനെ വേണം അന്വയിക്കാൻ. അപ്പോൾ ഉറക്കം കഠിനമായിട്ട് വന്നപ്പോൾ തല വയ്ക്കേണ്ടടുത്ത് കാല് വയ്ക്കേണ്ടടുത്ത് തല വച്ചിട്ട് അങ്ങനെയാണ് കിടന്നത്. സാധാരണ നമ്മൾ കിടക്കാറുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്കോട്ടോ കിഴക്കോട്ടോ തല വയ്ക്കും, എന്നിട്ട് അങ്ങനെ വരുമ്പോൾ വടക്കോട്ടോ പടിഞ്ഞാട്ടോ കാലുകളും വരും. അപ്പോൾ അങ്ങനെ കിടന്നതിന് പകരം സാധാരണ ഇങ്ങനെ തെക്കോട്ട് തലവച്ച് കിടക്കുകയോ കിഴക്കോട്ട് തലവച്ച് കിടക്കുകയോ ആണ് വേണ്ടത് എന്നതിന് പകരം ആ സമയത്ത് ഉച്ചയ്ക്ക് ഉറക്കം കഠിനമായിട്ട് വന്നപ്പോൾ ദിതി ദേവി കാല് വെക്കണ സ്ഥലത്ത് തലവച്ചിട്ട്, അതാണ് ശീർഷത പാദവ് കൃത്വ എന്ന് പറഞ്ഞത്. കാല് വെക്കേണ്ടിടത്ത് തലവച്ചിട്ട് നേരെ എതിരായിട്ടുള്ള ദിശയിലേക്ക് തലവച്ചുകൊണ്ട് കിടന്ന് നിദ്രയാ അപഹൃത, അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോവുകയും ചെയ്തു. സാധാരണഗതിയിൽ അത് ചെയ്യാൻ പാടില്ല അത്രേ. അത് ശുചിയല്ല, ആ ഒരു പ്രവൃത്തി നന്നല്ല, ശുദ്ധിയല്ല എന്നാണ് പറയണത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് 17-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. ദൃഷ്ട്വാ താമശുചിം ശക്ര പാദയോ കൃതമൂർധജാം ശിരസ്ഥാനേ കൃതൗ പാദൗ ജഹാസ ച മുമോദച. താം അശുചിം ദൃഷ്ട്വാ, അങ്ങനെ കാല് വെക്കേണ്ടിടത്ത് തലവച്ച് ഉറങ്ങുന്നവളായിട്ടുള്ള ദിതിയെ കണ്ടപ്പോൾ ആ ദിതിക്ക് അശുചി വന്നു എന്ന് കണ്ട് മനസ്സിലാക്കിയവനായിട്ടുള്ള ഇന്ദ്രന് വളരെയധികം സന്തോഷമായി. മാത്രമല്ല അഴിഞ്ഞുലഞ്ഞ മുടി കാലിൽ സ്പർശിക്കുകയും ചെയ്തു. അങ്ങനെ അഴിച്ചിടാൻ പാടില്ല, തലമുടി കാലിൽ കിടക്കുമ്പോൾ തലമുടി കാലിൽ സ്പർശിക്കാനും പാടില്ല. അത്രയ്ക്കധികം
തലമുടി ഉള്ളത് കൊണ്ടായിരിക്കാം ദിതിയുടെ പാദങ്ങളിൽ തലമുടി സ്പർശിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് അശുചിയായി തീർന്നു ദിതി ദേവി. ആദ്യമേ കശ്യപൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 1000 വർഷക്കാലം ശുചിയായിട്ട് തപസ് ചെയ്താൽ ഉത്തമനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവുന്നു. പക്ഷെ അതല്ലല്ലോ, ഇപ്പം എന്താ സംഭവിച്ചത്? അശുചി വന്നു പെട്ടു. കാല് വയ്ക്കേണ്ടടുത്ത് തല വച്ചു. മാത്രമല്ല, തലമുടി കാലുകളിൽ കൂടി ഇഴയുകയും ചെയ്തു. പാദയോഹോ കൃതമൂർധജാം, കാലുകളിൽ വന്ന് സ്പർശിക്കുന്നതായ തലമുടിയോടുകൂടിയവളും, അതുപോലെ ശിരസ്ഥാനേ പാദവും കൃതവും, തല വയ്ക്കേണ്ടിടത്ത് കാല് രണ്ടും വച്ചിരിക്കുന്നവളായിട്ടുള്ള അങ്ങനെയുള്ള അശുചിം താം ദൃഷ്ടുവ, ശുചി നഷ്ടപ്പെട്ടു പോയവളായ ദിതിയെ കണ്ടിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? ജഹാസ മുമോദ ച, വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഉറക്കെ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. അതായത് വളരെ ശുദ്ധിയോട് കൂടിയിട്ട് തപസ് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് ചെല്ലാൻ, ഈ ദുഷ്ടബുദ്ധിയോട് കൂടിയിട്ട് ചെല്ലാൻ ആർക്കും പറ്റില്ല. പക്ഷേ ഇപ്പോൾ ആ ശുചിക്ക് അല്ലെങ്കിൽ ആ ശുദ്ധിക്ക് ഒരു വിഘ്നമാണ് സംഭവിച്ചത്. അതുകൊണ്ട് ദിതിയെ ആക്രമിക്കുവാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദിതിയുടെ ഗർഭത്തെ നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ദ്രൻ അത്രയ്ക്കധികം സന്തോഷിച്ചത്. എന്നിട്ട് എന്താ ചെയ്ത്? 18ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാ ശരീരവിവരം പ്രവിവേശ പുരന്ദര ഗർഭം ച സപ്തധാരാമ ചിച്ഛേദ പരമാത്മവാൻ. കഥ വായിക്കുമ്പോഴായാലും കഷ്ടം തോന്നും. അങ്ങനെ പതുക്കെ ശരീരത്തിൻ്റെ അകത്തേക്ക്, ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചിട്ട് ശരീരദ്വാരത്തിലൂടെ, ശരീരവിവരം പ്രവിവേശ, തസ്യാഹ ശരീരവിവരം പുരന്ദര പ്രവിവേശ, അവളുടെ ശരീരത്തിൽ കൂടെ ഗർഭത്തിലേക്ക് പുരന്ദരൻ പ്രവേശിച്ചു. പുരന്ദരൻ ഇന്ദ്രനാണ്. എന്നിട്ടോ, അല്ലയോ ശ്രീരാമ, പരമാത്മവാൻ, ആ പരമാത്മാവായിട്ടുള്ള ഇന്ദ്രനെ പരമാത്മാവ് എന്ന് വിളിച്ചത് സൂക്ഷ്മരൂപത്തിൽ ഗർഭത്തിൽ പ്രവേശിച്ചത് കൊണ്ടാണ്. അങ്ങനെ ശരീരത്തിനെ സൂക്ഷ്മവും സ്ഥൂലവും ഒക്കെ ആക്കാൻ പറ്റുന്നത് പരമാത്മാവായിട്ടുള്ള ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പരമാത്മവാനായിട്ടുള്ള ഇന്ദ്രൻ ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഗർഭം സപ്തധ ചിച്ഛേദ, കഷ്ടം തന്നെ, ആ ഗർഭത്തെ 7ആയിട്ട് മുറിച്ചു കളഞ്ഞു, 7ആയിട്ട് പിളർന്നു. ഒരു പുത്രനായിട്ട്, വളരെ മിടുക്കനായിട്ടുള്ളൊരു പുത്രനായിട്ട് ജനിക്കേണ്ട ആ പുത്രനെ 7ആയിട്ട് മുറിച്ചു കളഞ്ഞു, കഷ്ണങ്ങളാക്കി കളഞ്ഞു എന്നാണ് ഇവിടെ പറയണത്. വളരെ കഷ്ടമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇന്ദ്രൻ ചെയ്യണത്. ആ സമയത്ത് 19ാമത്തെ ശ്ലോകം നോക്കാം. ഭിദ്യമാനസ്തതോ ഗർഭോ വജ്രേണ ശതപർവണ രുരോധ സുസ്വരം രാമ തതോ ദിതിരബുദ്ധ്യത. ആ സമയത്ത് ഈ തൻ്റെ കയ്യിലിരിക്കുന്നതായ വജ്രായുധം, ആ വജ്രായുധം കൊണ്ടാണ് ഈ ഗർഭത്തെ പിളർന്നത്. അതാണ് പറയണത്. തതഹ വജ്രേണ ശതപർവണ വജ്രേണ, ശതപർവം എന്ന് പറഞ്ഞാൽ 100 മൂർച്ചയേറിയ വക്കുകളോടുകൂടിയതായ, ആ 100 മുനകളുള്ളതായ എന്ന് പറയാം. ആ വജ്രം കൊണ്ട് ഗർഭത്തെ ഭേദിച്ചപ്പോൾ, ഗർഭ ഭിദ്യമാന, ഗർഭം പിളർന്നപ്പോൾ എന്തു ചെയ്തു? ആ ഗർഭസ്ഥനായിട്ടുള്ള ശിശു ഉറക്കെ കരയാൻ തുടങ്ങി. പാവം, അതാണ് ഭ്രൂണം ഉറക്കെ കരഞ്ഞു. രുരോധ സുസ്വരം രാമ, സുസ്വരം, നല്ലവണ്ണം ഉറക്കെ ആ ഭ്രൂണം, ഗർഭസ്ഥ ശിശു കരയാൻ തുടങ്ങി. രുരോധ എന്ന് പറഞ്ഞാൽ കരഞ്ഞു, ഉറക്കെ കരയാൻ തുടങ്ങി. അത് കേട്ടിട്ട് തതഹ ദിതിഹി അബുദ്ധ്യത, അത് കേട്ടുകൊണ്ട് ദിതി ദേവി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ രോദനം കേട്ടിട്ടാണ് ദിതി ഉണർന്നത്. അപ്പോൾ എന്തുണ്ടായി? ആ സമയത്ത് ഇന്ദ്രൻ പറയാണ് മാരുതോ മാരുതശ്ചേതി ഗർഭം ശക്രോഭ്യഭാഷത ബിഭേദ ച മഹാതേജ രുദന്തമപി വാസവ. മാരുത എന്നാണ്. കരയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്, പിന്നെയും ആ ഗർഭത്തെ ഛേദിച്ചു. മാരുത ഇതി ശക്രഃ ഗർഭം അഭ്യഭാഷത. ഇന്ദ്രൻ ആ ഗർഭസ്ഥ ശിശുവിനോട്, ഭ്രൂണത്തിനോട് കരയരുത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും മഹാതേജസ്വിയായിട്ടുള്ള ആ വാസവൻ
രുദന്തം അഭി ബിഭേദ, കരയുകയായിരുന്നിട്ടും ആ പുത്രനെ പിളർക്കുകയാണ്, ഭേദിക്കുകയാണ് ചെയ്തത്. എത്ര ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് വേറെ പുത്രന്മാരുണ്ടായി എന്നാലും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന് ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും. ആ വാക്ക് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മാരുത മാരുത എന്നുള്ള വാക്കിൽ നിന്നാണ് മാരുതൻ എന്നുള്ള വാക്കുണ്ടാവണത് എന്ന് വാൽമീകി മഹർഷി അടുത്ത സർഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വളരെ ശക്തനായിട്ട് ഒരൊറ്റ പുത്രനായിട്ട് ജനിക്കേണ്ട അവനെ 7 ആക്കിയിട്ട് ഭേദിച്ചു. ആ 7 പേരും മരുത്തുക്കളാവുകയാണ് ചെയ്യണത്. അത് അടുത്ത സർഗത്തിലാണ് വിസ്തരിച്ച് പറയുന്നുള്ളൂ. അങ്ങനെ കരയരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഭ്രൂണത്തെ പിളർക്കുകയാണ് ഇന്ദ്രൻ ചെയ്തത്. എന്നിട്ട് 21ാമത്തെ ശ്ലോകം നോക്കാം. നഹന്തവ്യം നഹന്തവ്യമിത്യേവം ദിതിരബ്രവീത് നിഷ്പപാത തതശക്രോ മാതുർവചന ഗൗരവാത്. ഉണർന്നുല്ലോ. ഈ ശബ്ദം കേട്ടിട്ട് ദിതി ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ കാര്യം മനസ്സിലായി. സൂക്ഷ്മരൂപിയായിട്ട് ഗർഭത്തിൽ കയറിയിട്ട് ആ ഗർഭസ്ഥ ശിശുവിനെ കീറി മുറിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ദിതി ഉറക്കെ പറഞ്ഞു, നഹന്തവ്യം നഹന്തവ്യം, അയ്യോ അതിനെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഇതി ദിതിഹി അബ്രവീത്, ഇപ്രകാരം ദിതി ഇന്ദ്രനോട് പറഞ്ഞു. തഥാ മാതൃവചന ഗൗരവാദ് ശക്രഹ നിഷ്പപാത. അമ്മ തന്നെയാണല്ലോ, അമ്മയുടെ സഹോദരിയാണല്ലോ, അപ്പോൾ ദിതിയും അമ്മ തന്നെയാണ്. മാതൃവചന ഗൗരവാദ്, മാതാവിൻ്റെ വാക്കുകളുടെ ആ ഗൗരവം കാരണം, ശക്തി കാരണം ഇന്ദ്രൻ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്തു. അതാണ് തതഹ നിഷ്പപാത. തതഹ എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ നിന്ന്, വയറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. പ്രാഞ്ജലിർവജ്രസഹിതോദിതിം ശക്രോഭ്യഭാഷത അശുചിർദേവി സുപ്താസി പാദയോ കൃതമൂർധജ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം, 23ാമത്തേത്. തദന്തരമഹം ലബ്ധ്വാ ശക്രഹന്താരമാഹവേ അഭിന്ദം സപ്തധാ ദേവി തന്മേ ത്വം ക്ഷന്തുമർഹസി. അതിനുശേഷം ഇന്ദ്രൻ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? വജ്രസഹിത ശക്രഹ, വജ്രം കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനായിട്ടുള്ള, സൂക്ഷ്മരൂപിയായിട്ടാണ് അകത്തേക്ക് പോയതെങ്കിലും പുറത്തേക്ക് വന്നപ്പോൾ വളരെ വലിയ സ്വരൂപത്തോടുകൂടി, സാധാരണ ഇന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയി നിന്നിട്ട്, പ്രാഞ്ജലിഹി കൈകൂപ്പി നിന്നുകൊണ്ട്, ശക്രഹ അഭ്യഭാഷത ദിതിയോട് ശക്രൻ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദേവി അശുചി സുപ്ത അസി, അല്ലയോ ദേവി, മാതൃതുല്യയായിട്ടുള്ള ദിതി ദേവി, അങ്ങ് അശുചിയായിട്ട് വൃത്തിഹീനയായിട്ടാണ് അങ്ങ്, അല്ലെങ്കിൽ ശുദ്ധിയില്ലാതെയാണ് അങ്ങ് കിടന്ന് ഉറങ്ങിയത്. അതിന് കാരണം പറയാണ്, പാദയോഹോ കൃതമൂർധജ അശുചിഹി ദേവി സുപ്ത അസി. പാദങ്ങളിൽ തലമുടി ചുറ്റിപ്പിണഞ്ഞുകൊണ്ട് അല്ലയോ ദിതി ദേവി അങ്ങ് ഉറങ്ങി. അതാണ് അങ്ങക്ക് വന്നതായിട്ടുള്ള അശുചി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു ഇട കിട്ടി അങ്ങയുടെ ഗർഭത്തിലേക്ക് കയറാനും. തദന്തരമഹം, അങ്ങനെ ഉറങ്ങുന്നതിനിടയ്ക്ക് ഞാൻ എന്തു ചെയ്തു? അവസരം കിട്ടിയവനായ ഞാൻ ശക്രഹന്താരം, ശക്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും, അതായത് കശ്യപ പ്രജാപതിയും ദിതിദേവിയും കൂടിയിട്ട് പ്രാർത്ഥിച്ച് ഉണ്ടാക്കിയതായ, സൃഷ്ടിച്ചെടുത്തതായ പുത്രനെ ആഹവേ ഞാൻ എന്തു ചെയ്തു? ആഹവേ യുദ്ധത്തിൽ സപ്തധ അഭിന്ദം, 7 മുറിച്ചു. അഭിന്ദം അഹം അഭിന്ദം, ഞാൻ ആ ഒരു പുത്രനെ, എന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചത്, അവനെ ഞാൻ 7 പിളർന്നു. ഇപ്പോൾ അങ്ങയുടെ വയറ്റിൽ 7 മക്കളുണ്ട്. അതുകൊണ്ട് അല്ലയോ ദേവി, ത്വം മേ ക്ഷന്തും അർഹസി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ. എങ്ങനെയാണ് ഒരമ്മ ഇതിൽ ക്ഷമിക്കുന്നത് എന്നറിയില്ല. പക്ഷെ അവിടെയുള്ളൊരു തെറ്റ് എന്ന് പറയണത്, ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുത്രന്മാർ, അല്ലെങ്കിൽ ഈ ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് ദിതി വിചാരിച്ചത്. അത് വിചാരിക്കാൻ കാരണമുണ്ട്, ഇന്ദ്രൻ തൻ്റെ മക്കളെയൊക്കെ കൊന്നതുകൊണ്ടുമാണ്. അങ്ങനെ സൂക്ഷ്മമായിട്ട് ഓരോന്ന് ആലോചിച്ച് പോകുമ്പോൾ കാര്യകാരണങ്ങളൊന്നും ശരിയല്ല എന്ന് തോന്നും. പക്ഷേ കഥ ഇങ്ങനെയാണ് പോണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. യാചിതേന സുരശ്രേഷ്ഠ പിത്രാ തവ മഹാത്മന വരോ വർഷസഹസ്രാന്തേ മമ ദത്തസുതം പ്രതി ഇത്യുക്ത്വാ ച ദിതി തത്ര പ്രാപ്തേ മധ്യം ദിനേശ്വരേ നിദ്രയാപഹൃതാ ദേവി പാദൗ കൃത്വാഥ ശീർഷത ദൃഷ്ട്വാ താമശുചിം ശക്രഃ
പാദയോഃ കൃതമൂർധജാം ശിരസ്ഥാനേ കൃതൗ പാദൗ ജഹാസ ച മുമോദ ച തസ്യാഃ ശരീരവിവരം പ്രവിവേശ പുരന്ദര ഗർഭം ച സപ്തധാ രാമ ചിച്ഛേദ പരമാത്മവാൻ ഭിദ്യമാനസ്തതോ ഗർഭോ വജ്രേണ ശതപർവണ രുരോധ സുസ്വരം രാമ തതോ ദിദിരബുദ്ധ്യത മാരുതോ മാരുതശ്ചേതി ഗർഭം ശക്രോഭ്യഭാഷത ബിഭേദജ മഹാതേജ രുദന്തമപി വാസവ ന ഹന്തവ്യം ഇത്യേവം ദിദിരബ്രവീത് നിഷ്പപാത തതഃ ശക്രോ മാതുർവചന ഗൗരവാത് പ്രാഞ്ജലിർവജ്രസഹിതോ ദിദിം ശക്രോഭ്യഭാഷത അശുചിർദേവി സുപ്താസി പാദയോഃ കൃതമൂർധജാ തദന്തരമഹം ലബ്ധ്വാ ശക്രഹന്താരമാഹവേ അഭിന്ദം സപ്തധാ ദേവി തന്മേ ത്വം ക്ഷന്തുമർഹസി. ഇങ്ങനെ പുത്രനെ ഞാൻ വധിച്ചു. വധിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കല്ല, ഏഴാക്കി തീർത്തു. എന്നെ ജയിക്കണമെന്ന് കരുതി സൃഷ്ടിച്ച പുത്രനെ ഞാൻ ഏഴാക്കുകയാണ് ചെയ്തത് എന്ന്, താൻ ചെയ്തതൊരു തെറ്റാണ് എന്നുള്ള രീതിയിൽ ദിതിയോട് ഇന്ദ്രൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ക്ഷമിക്കണമെന്നുള്ളത്. ഇനി അടുത്തതായിട്ട് എന്താണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത സർഗം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.